നമസ്കാരം, ഇൻഫെക്ട് ന്യൂസിലേക്ക് ഏവർക്കും സുസ്വാഗതം. കുഞ്ഞിന്റെ ശ്വാസമില്ലാത്ത നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? കുഞ്ഞിന്റെ ചുണ്ടിന്റെ ഭാഗം, കുഞ്ഞിന്റെ മുഖത്തിന്റെ ഭാഗമൊക്കെ നിറം മാറും. എന്ത് നിറമാവും? ആദ്യം പിങ്ക് കളറാവും, അത് കഴിഞ്ഞിട്ട് നീല കളറാവും. എങ്ങനെയാണ്? ഇതിന് ഓക്സിജൻ ശരീരത്തിൽ കുറയുന്നതിന്റെ ഫലമായിട്ടാണ് ഈ നിറ വ്യത്യാസം വരുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ 3 മാസത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ കഴുത്തുവച്ചിട്ടുണ്ടാവോ? ഇല്ല. അപ്പോ കുഞ്ഞിന്റെ മുഖം സപ്പോർട്ട് ചെയ്ത് തുറന്നിരിക്കുന്ന രീതിക്ക് നമ്മള് ഇങ്ങനെ തിരിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ ഇങ്ങനെ ചരിച്ചു പിടിക്കുകയോ ചെയ്യാം. ഇങ്ങനെ ചരിക്കുമ്പോൾ സ്മാർട്ടായിട്ടുള്ള കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പാനിക് ആവുന്ന സമയത്ത് കുട്ടികൾ ചിലപ്പോ വിളയുമ്പോഴത്തേക്ക് നമ്മളെ കയ്യിൽ വെളിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഞാൻ ഇങ്ങനെ കയ്യില് ലോക്ക് ചെയ്ത് പിടിച്ചിട്ടുണ്ട്, കാല് ലോക്ക് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഈ കുഞ്ഞിന് അനങ്ങാൻ പറ്റുമോ? അനങ്ങാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്നുകിൽ നമ്മൾ നിന്നോണ്ട് ഈ പൊസിഷൻ, അല്ലെങ്കിൽ ഇരുന്നോണ്ട് ഈ ഒരു പൊസിഷനിൽ കുഞ്ഞിനെ വെച്ചതിന് ശേഷം 1 2 3 4 5, അല്ലെങ്കിൽ നിന്നോണ്ട് കുഞ്ഞിനെ 1 2 3 4 5 5 ബാക്ക് ഫ്ലോ എടുക്കുക. നമ്മൾ ഓരോ പ്രാവശ്യം തട്ടുമ്പോഴും ഈ ചെറിയ വായിൽ വിഴുങ്ങിയ സാധനം പുറത്ത് കളയുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കുക. പുറത്ത് കളഞ്ഞു പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ റിക്കവറി പൊസിഷനിലേക്ക് കിടക്കുക. റിക്കവറി പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു സൈഡ് ചരിച്ച് റിക്കവറി പൊസിഷനിലേക്ക് കിടക്കുക. അതായത് ഇനി കുഞ്ഞ് ഛർദ്ദിക്ക് എന്തെങ്കിലും ചെയ്താലും കുഞ്ഞിന്റെ വായിൽ വരുന്ന ഒരു സാധനം കുഞ്ഞ് തിരിച്ച് ശ്വസിച്ച് കയറ്റാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഈ ഒരു പൊസിഷനാണ് റിക്കവറി പൊസിഷൻ എന്ന് പറയാം. കഴുത്തിന് തലയ്ക്ക് സപ്പോർട്ടുണ്ട്, നമ്മള് ബോഡി സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു കൈ കൂടെ വയ്ക്കാം. ഇതാണ് റിക്കവറി പൊസിഷൻ. എപ്പോഴും നമ്മള് സ്കോപ്പ് മാറി കഴിഞ്ഞാൽ റിക്കവറി പൊസിഷനിൽ കിടക്കുക. വീണ്ടും കുട്ടി ഛർദ്ദിച്ച് വിഴുങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ 5 ബാക്ക് ഫ്ലോ കൊടുത്തു, അതിൽ പുറത്ത് വന്നില്ല. അത് കഴിഞ്ഞിട്ട് പുറത്ത് വന്നില്ല എങ്കിൽ നമ്മൾ തിരിച്ചു കിടത്തുക. തിരിച്ചു കിടത്തിയതിനു ശേഷം ഈ 2 നിപ്പിളിന്റെ ഇടയിൽ 2 വിരലും ഉണ്ട്. 1 2 3 4 5. ഇത് ആൾട്ടർനേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഏതുവരെ ചെയ്യണം? പുറത്തേക്ക് വരുന്നത് വരെ നമ്മള് ഈ പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കണം. ഇതൊരു കുഞ്ഞാണെങ്കിൽ ഈ പ്രായത്തിൽ ഈ പൊക്കമുള്ള കുഞ്ഞാണെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ കുഞ്ഞാണെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ഇതേപോലെ കയ്യിലെടുത്ത് വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തില് നമ്മള് എന്ത് ചെയ്യും? നമ്മള് ആ കുഞ്ഞിന്റെ ഹൈറ്റ് അനുസരിച്ച് എന്ത് ചെയ്യാം? നമ്മള് മുട്ടുകുത്തി ഇരുന്ന് കുഞ്ഞിന്റെ ഹൈറ്റ് അനുസരിച്ച് മുട്ടുകുത്തി ഇരുന്ന് കുഞ്ഞിന്റെ കൊപ്പിളിന് മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ ഇത് ആ ഒരു കുഞ്ഞാണെന്ന് കരുതിക്കൊള്ളുക. ഇതാ വിഴുങ്ങിയിരിക്കുകയാണ്. നമ്മള് കൊപ്പിളിന്റെ മുകളിലായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളെ എന്റെ കൈ ശ്രദ്ധിക്കുക. കയ്യില് തമ്പ് അകത്തോട്ട് പിടിക്കുക, പെരുവിരൽ അകത്തോട്ട് പിടിക്കുക. 4 വിരലുകൊണ്ട് പെരുവിരല് പിടിച്ചതിന് ശേഷം കൊമ്പിളിന് മുകളിൽ കൈവയ്ക്കുക. കൈവച്ചതിന് ശേഷം ഇൻവേർട്സ് ആൻഡ് അപ്വേർഡ്സ്, എന്താണ്? ഉള്ളിലേക്കും മുകളിലേക്കും ഒരു ജെ ഷേപ്പിൽ ഇൻവേർട്സ് ആൻഡ് അപ്വേർഡ്സ് പ്രസ് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? ഒരു പ്രാവശ്യമല്ല, ഈ സാധനം നമ്മുടെ തൊണ്ടയിൽ പോയ സാധനം പുറത്ത് വരുന്നവരെ പ്രസ് ചെയ്യുക. 5 പ്രാവശ്യം പ്രസ് ചെയ്തിട്ട് വന്നില്ലെങ്കിൽ അടുത്ത് അദ്ദേഹത്തിനെ ബ്രെഡിലോട്ട് ലീൻ ചെയ്യിച്ച് നിർത്തുക. ലീൻ ചെയ്യിച്ച കുട്ടിയാണെങ്കിലും മുതിർന്ന ആളാണെങ്കിലും ബ്രെഡിലേക്ക് ലീൻ ചെയ്യിച്ച് നിർത്തിയിട്ട് നേരത്തെ ചെയ്ത പോലെ ഈ ഷോൾഡർ ബ്ലേഡിന്റെ സെന്റർ ഭാഗത്ത് 1 2 3 4 5 വീണ്ടും 1 2 3 4 5 ആൾട്ടർനേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഒന്നാമത്തെ ഒരു ഹോസ്പിറ്റലിലും എത്തിക്കാൻ പറ്റില്ല. 2 മിനിറ്റിന് ശ്വാസമില്ലാതെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഇത് എല്ലാവരും പഠിച്ചിരിക്കുക. സംശയമുണ്ടോ? വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.